ഈ പുതിയ പ്രഭാതത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്നത്തെ ദിവസം ദൈവം നമുക്ക് സമ്മാനിച്ചിരിക്കയാൽ ദൈവത്തിന് നന്ദി പറയാം. ഓരോ ദിവസവും ദൈവത്തിൻ്റെ ദാനമാകിയാൽ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ഈ ദിവസം എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നാം എല്ലാ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ്. എന്തെല്ലാം ആവശ്യങ്ങളാണ് നാം ദൈവത്തോട് അറിയിക്കുന്നത്? ഒരുപാട് ആവശ്യങ്ങൾ നമുക്കുണ്ട്. അതെല്ലാം നാം ദൈവത്തോട് അപേക്ഷിക്കുന്നു. ദൈവസന്നിധിയിൽ വരുവാനും കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കുവാനും നമുക്ക് അനുവാദമുണ്ട്. അതുകൊണ്ട് നാം എല്ലായ്പ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ആവശ്യങ്ങൾ ഒന്നൊന്നായി നാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ചില കാര്യങ്ങൾക്ക് വേണ്ടി നാം മുട്ടിപ്പായി അപേക്ഷിക്കാറുണ്ട്. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നാം ദൈവത്തോട് അപേക്ഷിച്ചിട്ടുണ്ട്. ചില ആവശ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നാം ദൈവത്തോട് സമർപ്പിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവേ, എനിക്ക് ഇന്ന ആവശ്യം സാധ്യമാക്കി തരണമേ, ഇന്ന കാര്യങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് അവിടുന്ന് അത് സാധ്യമാക്കി തരണമേ എന്ന് നാം അപേക്ഷിക്കാറുണ്ട്. അങ്ങനെ നാം മുട്ടിപ്പായി അപേക്ഷിച്ച പല കാര്യങ്ങളും ദൈവഹിതമായി തീർന്നിട്ടുണ്ട്. ദൈവം അത് സാധ്യമാക്കി തന്നിട്ടുണ്ട്. നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് അവരുടെ അപേക്ഷയെ ദൈവം മാനിച്ച് നമ്മുടെ കുടുംബങ്ങളെ ധാരാളം ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്കൊക്കെ അവസരങ്ങൾ ലഭിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളുമായി ആഗ്രഹങ്ങളുമായി ദൈവസന്നിധിയിലേക്ക് നാം ചെല്ലുന്നു. നമ്മൾ അപേക്ഷിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അപേക്ഷയാണ് ദാവീദിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ദൈവത്തോട് അപേക്ഷിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ ഓരോ സങ്കീർത്തനങ്ങളും നമുക്ക് നൽകുന്നതായ സന്ദേശം എന്താണ്? നാം ചിന്തിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ചിന്തകളും നമ്മുടെ ആഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ആഗ്രഹങ്ങളുമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. 27-ാം സങ്കീർത്തനം 4-ാം വാക്യം വായിക്കുമ്പോൾ അങ്ങനെയുള്ളതായ ഒരു അപേക്ഷയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ വാക്യം ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്: ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായിരുന്നു ദാവീദ് രാജാവിൻ്റെ ആഗ്രഹം? അത്രമാത്രം ആഗ്രഹിച്ച ദൈവസന്നിധിയിൽ വന്ന് കർത്താവേ, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ആഗ്രഹിച്ചതായ കാര്യം എന്തായിരിക്കാം? നാം ആണെങ്കിൽ എന്തായിരിക്കാം ദൈവസന്നിധിയിൽ ആഗ്രഹിച്ച് അപേക്ഷിക്കുന്നത്? കർത്താവേ, അനുഗ്രഹം തരണമേ, വീട് തരണമേ, പണം തരണമേ, കടം മാറ്റണമേ, രോഗസൗഖ്യം തരണമേ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ഇങ്ങനെ 100 ആവശ്യങ്ങൾ നാം ദൈവത്തോട് അപേക്ഷിക്കാറുണ്ട്. ഒരുപക്ഷെ നാം ദൈവസന്നിധിയിൽ വന്ന് പറയാറുണ്ട്: കർത്താവേ, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, അതെനിക്ക് തരണം, ഇന്നിന്ന കാര്യങ്ങൾ എനിക്ക് സാധ്യമാക്കി തരണം, അത് തന്നേ മതിയാകെയുള്ളൂ എന്നൊക്കെ നാം ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ദാവീദ് രാജാവ് പറയുന്നതായ കാര്യം എത്രയോ വ്യത്യസ്തമായ കാര്യമാണ്. നോക്കുക, ഈ വാക്യത്തിൻ്റെ അടുത്ത ഭാഗം പറയുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്താണ്? ഞാൻ യഹോവയോടൊരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. നോക്കുക, എത്രയോ വ്യത്യസ്തമായ ഒരാഗ്രഹമാണ് ദാവീദ് രാജാവിനുള്ളത്.
നാം ചിന്തിക്കുന്നതിൽ നിന്നും നാം ആഗ്രഹിക്കുന്നതിൽ നിന്നും എത്രയോ വ്യത്യസ്തമായ ആഗ്രഹങ്ങളും ചിന്തകളുമാണ് ദാവീദിനുള്ളത്. അദ്ദേഹം പറയുകയാണ്, കർത്താവേ, എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് യഹോവയുടെ മനോഹരത്വം കാണുവാൻ എന്നെ അവിടുന്ന് സഹായിക്കണം, അവിടുത്തെ മന്ദിരത്തിൽ ധ്യാനിപ്പാൻ എന്നെ സഹായിക്കണം. മൂന്നാമത്തെ എൻ്റെ ആഗ്രഹം, എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. അദ്ദേഹം പറയുന്നത്, എനിക്ക് മറ്റാഗ്രഹങ്ങളൊന്നും പ്രത്യേകിച്ചില്ല, എനിക്ക് ആവശ്യമായിട്ടുള്ളത് ഈ 3 കാര്യങ്ങളാണ്. യഹോവയുടെ മനോഹരത്വം കാണുവാൻ ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നു, അവിടുത്തെ മന്ദിരത്തിൽ ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നു. ആ സമയത്ത് നോക്കണം, യഹോവയുടെ മന്ദിരം പണിയുവാൻ അദ്ദേഹം ആഗ്രഹിച്ചതായ ഒരു വ്യക്തിയാണ്. പക്ഷേ നാഥാൻ പ്രവാചകനിലൂടെ ദൈവം അദ്ദേഹത്തോട് സംസാരിച്ചത്, നിനക്കത് പണിയുവാൻ സാധ്യമല്ല എന്നാണ്. നിന്റെ മകനായ ശലോമോൻ എനിക്ക് ദേവാലയം പണിയും. പക്ഷേ ദാവീദിൻ്റെ വലിയൊരു ആഗ്രഹം അതായിരുന്നു. അങ്ങനെ യഹോവയായ ദൈവത്തിൻ്റെ ആലയം തനിക്കുണ്ടാക്കണമെന്നുള്ള അദമ്യമായ ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ എത്രയോ വ്യത്യസ്തമായ ആഗ്രഹങ്ങളായിരുന്നു. ഈ 3 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോന്നും നാം ചിന്തിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ആഴമേറിയ അർത്ഥതലങ്ങളിൽ ദൈവവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും ദൃഢമായ ബന്ധത്തെയും ദൈവവുമായിട്ടുള്ള സഹിത്വത്തിൻ്റെയും ആഴമേറിയ ദൃഢമായ ഒരു ഇഴുകിച്ചേരലാണ് വാസ്തവത്തിൽ നാം ഈ വാക്യത്തിലൂടെ മനസ്സിലാക്കുന്നത്. ദാവീദിന് വേണമെങ്കിൽ വേറെന്തെല്ലാം കാര്യങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുവാനായിട്ടുണ്ട്. പക്ഷെ അതൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. യഹോവയുടെ മനോഹരത്വം കാണുവാൻ, അവിടുത്തെ മന്ദിരത്തിൽ ധ്യാനിപ്പാൻ, ആയുഷ്കാലമൊക്കെയും യഹോവയുടെ ആലയത്തിൽ പാർക്കുവാനുള്ളതായ ആഗ്രഹം. എത്ര വലിയ ആഗ്രഹമാണ്! ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ ചിന്തിക്കുകയായിരുന്നു, നമ്മളൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുന്നു. ഞാൻ മുൻപേ ഓർപ്പിച്ചതുപോലെ ഒരു 100 ആവശ്യങ്ങൾ നാം ദൈവത്തോട് പറയാറുണ്ട്. പക്ഷേ ആ ആവശ്യങ്ങളിൽ ഒന്നും തന്നെ ദാവീദ് രാജാവ് പറയുന്നത് പോലെയുള്ള ആവശ്യങ്ങളായി മാറിയിട്ടില്ല എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. ശരിയല്ലേ പ്രിയമുള്ളവരെ? നമ്മളൊക്കെ നമ്മുടെ ആവശ്യങ്ങളുമായിട്ടാണ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുന്നത്. എന്നാൽ ദാവീദ് പറയുന്നത്, കർത്താവേ, എനിക്ക് അവിടുത്തെ സാന്നിധ്യവും അവിടുത്തെ സഹിത്വവും ഒക്കെ ഞാൻ ആഗ്രഹിക്കുന്നു. അത് മതി എനിക്ക്, മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല. 25-ാം സങ്കീർത്തനത്തിൽ താൻ പറയുന്നത് പോലെ യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും എന്നെഴുതിയിരിക്കുന്നതൊക്കെ അനുഭവങ്ങളിൽ നിന്ന് എഴുതിയിട്ടുള്ളതായ കാര്യങ്ങളാണ്. താൻ തനിയെ ഇരിക്കുമ്പോൾ ദൈവത്തോട് ഒരു കൂട്ടുകാരോട് സംസാരിക്കുന്നത് പോലെ തൻ്റെ മനസ്സ് തുറന്ന് സംസാരിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, വാസ്തവത്തിൽ അനുഭവങ്ങളാണ് ദൈവത്തോട് നമ്മെ അടുപ്പിക്കുന്നത്. നമ്മുടെ അനുഭവങ്ങളാണ് വിശ്വാസത്തിൽ നമ്മെ ഉറപ്പിക്കുന്നത്. 27-ാം സങ്കീർത്തനത്തിൻ്റെ ആരംഭം മുതൽ വായിക്കുമ്പോൾ ദൈവത്തോട് ദാവീദിനെ അടുപ്പിക്കുന്ന അനുഭവങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിന് പറയുവാൻ സാധിക്കുന്നു, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലമാണ്, ഞാൻ ആരെ പേടിക്കും? ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാൽ പോലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. നോക്കുക, ഓരോ വാക്യങ്ങളും വായിക്കുമ്പോൾ എത്രമാത്രം ദൈവത്തിൽ അടിയുറച്ച് താൻ വിശ്വസിച്ചിരുന്നു. തൻ്റെ അനുഭവങ്ങളാണ് താൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ അനുഭവങ്ങളിൽ നിന്നാണ് തൻ്റെ ആഗ്രഹമുണ്ടായിട്ടുള്ളത്. താൻ പറയുകയാണ്, കർത്താവേ, ഞാൻ ഒരു കാര്യം അപേക്ഷിക്കുന്നു, ഞാൻ അത് തന്നെ അങ്ങ് ആഗ്രഹിക്കുകയാണ്. എനിക്ക് അവിടുത്തെ മനോഹരത്വം കാണണം, എനിക്ക് അവിടുത്തെ മന്ദിരത്തിൽ ധ്യാനിക്കണം, എൻ്റെ ആയുഷ്കാലമൊക്കെയും എനിക്ക് അവിടുത്തെ ആലയത്തിൽ പാർക്കണം. ഈ ആഗ്രഹങ്ങൾ മാത്രമേ എനിക്കുള്ളൂ, എനിക്ക് മറ്റ് യാതൊരു ആഗ്രഹങ്ങളുമില്ല. ഇന്ന് രാവിലെ നമ്മുടെ ആഗ്രഹങ്ങളും ഇതുപോലെ ആകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അത് നമ്മുടെ അനുഭവങ്ങളായിട്ട് മാറുവാൻ കർത്താവ് ഇടയാക്കട്ടെ. മറ്റുള്ള ജീവിത ആവശ്യങ്ങളെക്കാൾ ഉപരിയായി യഹോവയുടെ മനോഹരത്വം കാണുവാനും ഉള്ളമാകുന്ന ആലയത്തിൽ
എപ്പോഴും അവിടുത്തെ ധ്യാനിക്കുവാനും അതുപോലെ തന്നെ ആയുഷ്കാലമൊക്കെയും ആ യഹോവയുടെ സന്നിധിയിൽ പാർക്കുവാനും ഇടയാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇന്നത്തെ ദിവസം അങ്ങനെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ ദിവസത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് എത്രയോ ഉന്നതനായിട്ടുള്ള ദൈവമാണ്. സർവ്വവ്യാപിയായ സർവശക്തനായ സകലത്തിൻ്റെയും അധികാരിയായ അവിടുത്തെ മുൻപാകെ ഇന്ന് രാവിലെ അടുത്തു വരുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഭയം കൂടാതെ തിരുസന്നിധിയിൽ വരുവാൻ ഞങ്ങളെ ക്രിസ്തുയേശുവിലൂടെ അവിടുന്ന് അനുവദിച്ചിരിക്കുന്നത് തന്നെ ഞങ്ങളുടെ ജീവിതത്തിലെ എത്രയോ വലിയ ഭാഗ്യമാണ് കർത്താവേ. ആ നിലയിൽ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കയാൽ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മറ്റാവശ്യങ്ങളെക്കാൾ ഉപരിയായി കർത്താവേ, അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും അവിടുത്തെ മനോഹരത്വം കാണുവാനും അവിടുത്തെ സന്നിധിയിൽ വന്ന് ധ്യാനിപ്പാനും ഉള്ളതായ ആഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിത ആവശ്യങ്ങളെക്കാൾ കൂടുതലായി അവിടുത്തെ നാമത്തെ സ്നേഹിക്കുവാൻ, അവിടുത്തെ ആരാധിക്കുവാൻ വലിയ ആഗ്രഹം ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകി ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെ ഈ ശുശ്രൂഷയെ സംബന്ധിച്ച എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.